ഇന്ന് എഴുന്നള്ളത്തിറങ്ങും. എഴുന്നള്ളത്താണ്. അതിന് അവിടെ എല്ലാം ഒരുക്കിയേക്കുന്നു. ആ ആ ഇവിടെ മേളിൽ പടി കണ്ടല്ലോ, അവിടെ നിൽക്കാൻ പോയി. എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത, എന്തുവാന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല. എന്തോ ഒരു ഇത് കേട്ടോ. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 2 ദിവസം ചിക്കനും ബീഫും ഒക്കെ കഴിച്ച് ഇരിക്കുമല്ലോ. മീൻ കുറേ ദിവസമായി കഴിച്ചിട്ട്. എന്നാൽ ഇന്ന് ഇച്ചിരി മീൻ എന്തെങ്കിലും മേടിക്കാമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ സ്ഥിരം കടയിൽ വിളിച്ചപ്പം കട അടച്ചു. പിന്നെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അതിൻ്റെ തൊട്ടിപ്പുറത്തൊരു പുതിയ കട തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവിടെ കയറി ഇന്ന് മീൻ മേടിക്കാമെന്ന് ഓർത്ത് അങ്ങോട്ട് കയറിയപ്പം തേട് കുറേ മീനുകളുണ്ടായിരുന്നു. അപ്പോൾ തേട് ഇരിപ്പുണ്ടായിരുന്നു. ഞാനതിൽ 1 കിലോ തികച്ചില്ല, 900 അങ്ങാണ്ടേ ഉള്ളായിരുന്നു. അതും മേടിച്ച്. അപ്പോൾ അത് കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അത് കട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ കുറച്ച് കൊഞ്ചിരിക്കുന്നു, വലിയ ഒരു സൈസ് കൊഞ്ചില്ല, അത് തീരാറായതാണ്. 1/2 കിലോ അങ്ങാണ്ടേ ഉള്ളായിരുന്നു. അതുകൂടെ എടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അതും മേടിച്ച് അത് ഒരു വൃത്തിയാക്കി തന്നു. അത് നമുക്ക് രാത്രിയിൽ എടുക്കാമെന്ന് വിചാരിച്ച. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ കയറി പാലും തൈരും നാളെ രാവിലെ പള്ളിയിൽ പോകണമെന്ന് വിചാരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2 ആഴ്ചയും പള്ളിയിൽ പോകാൻ പറ്റിയില്ല. ഈ ആഴ്ച എന്തായാലും പോകണം. ഞാൻ മീഷോയിൽ ഓർഡർ ചെയ്തതിനകത്ത് ചെമ്പരത്തിപ്പൂവിൻ്റെയാണ് കൂടുതൽ ആൾക്കാർ വാങ്ങിച്ചിട്ടുള്ളത്. ഞാനത് കണ്ടപ്പോൾ, ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടം തോന്നിയിട്ട് ഞാനത് കയറി നോക്കിയപ്പോൾ അതിനകത്ത് വെറൈറ്റി ആയിട്ട് ഒരു റോസാപ്പൂവിൻ്റെ ഇത് കണ്ടു. അങ്ങനെ ഞാനത് വാങ്ങിച്ചതാണ്. ചവിട്ടിയില്ല, അതാണ് കേട്ടോ കാണിക്കാം. മൂന്നുകുട്ടന് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ എനിക്കിത് ഇഷ്ടപ്പെട്ടു. പല ഡിസൈൻ, പല കളറിലുള്ള റോസാപ്പൂ നല്ല രസമില്ലേ പ്രിയങ്ങളെ? മൾട്ടി കളർ റോസാപ്പൂവിന്റെ ചവിട്ടി. ഇത് മറ്റേ ഒറിജിനൽ റോസാപ്പൂവില്ല, റെഡ്, അതിൻ്റെതും ഉണ്ട് കേട്ടോ. എനിക്ക് അതെല്ലാവരും അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അതിനെക്കാട്ടിലും ഇത് വാങ്ങിക്കാനാണ് ഇഷ്ടം തോന്നിയത്. അതുകൊണ്ട് ഇത് മേടിച്ചു. ഞാൻ തുറന്നു നോക്കിയില്ലേ, കൊള്ളാം, നല്ലത്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇന്ന് രാവിലെ പത്രം വന്നപ്പം അതിനകത്ത് ഒരു പരസ്യം ഉണ്ടായിരുന്നു. ഞാനത് ഒരുപാട് പ്രാവശ്യം എൻ്റെ പ്രിയങ്ങളോട് പറഞ്ഞിരുന്ന ഒരു കാര്യത്തെ പറ്റിയായിരുന്നു കേട്ടോ. ഞാനത് അന്ന് തൊട്ടേ ഇങ്ങനെ കുറേ ആയിട്ട് ഓൺലൈനിലൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ റേറ്റ് ഭയങ്കര ഹൈ ആയിരുന്നു കേട്ടോ. എനിക്കത് പറ്റാത്തതുകൊണ്ട് ഞാനതിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. പക്ഷെ ഇന്നത്തെ പത്രത്തിൽ അതിൻ്റെ ഒരു ഓഫർ പ്രൈസിൽ വന്നു കേട്ടോ. അത് ഞാൻ വാങ്ങിച്ചു പ്രിയങ്ങളെ. അതിനകത്ത് നമ്മുടെ പത്തനംതിട്ടയിൽ അത് എവിടെ കിട്ടുന്നതെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അതേ എൻക്വയറി നമ്പർ ഉണ്ട്. ആ നമ്പറിൽ വിളിച്ച് ചോദിച്ച് ഷോപ്പിൻ്റെ പേരൊക്കെ അറിഞ്ഞിട്ട് ഞാൻ പോയി വാങ്ങിച്ചു കേട്ടോ. അപ്പം അതെന്താണെന്നുള്ളത് ഇപ്പം കാണിച്ചു തരാം. എൻ്റെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. മിക്കവാറും നിങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുള്ളതും ആയിരിക്കും. വാങ്ങിച്ചിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിത് കാണിക്കാം. അപ്പം എൻ്റെ കൂട്ട് ഈ കൈക്കൊക്കെ പ്രശ്നമുള്ളവർക്ക് ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആകുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതിനകത്ത് ഞാൻ എന്താ വാങ്ങിച്ചെന്നുള്ളത് കാണിക്കട്ടെ. ഇടിയപ്പം മേക്കർ മേടിച്ച പ്രിയങ്ങളെ പീജിയോണിൻ്റെതാണ്. ഇന്നത്തെ മനോരമ പത്രത്തിൽ ഇതിൻ്റെ ആഡ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഓഫർ അനുസരിച്ച് നമുക്ക് ഇത് വാങ്ങിക്കുമ്പോൾ ടോട്ടൽ പ്രൈസ് 2026 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കോംപ്ലിമെൻ്റ് ഒരു കാര്യം കൂടെ കിട്ടുന്നുണ്ട്. പീജിയോണിൻ്റെ തന്നെ ഒരു പാൻ, ഒരു സ്റ്റീൽ പാൻ കിട്ടുന്നുണ്ട് കേട്ടോ. ഈ 2 സാധനങ്ങൾക്കും കൂടെയാണ് 2026 രൂപ ഇന്നത്തെ ഓഫർ. അത് എത്ര ദിവസം ഉണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ഓടിപ്പോയി മേടിച്ചതാണ്. കാരണം 2500, 3000, പിന്നെ അങ്ങോട്ട് കൂടിയ റേറ്റിലൊക്കെയാണ് ഞാൻ നോക്കിയപ്പോഴെല്ലാം ഈ ഇടിയപ്പം മേക്കറിൻ്റെ റേറ്റ് കണ്ടത്. അതിൽ താഴെ പീജിയോണൊക്കെ ഞാൻ സെർച്ച് ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാനിന്ന് കണ്ടപ്പോൾ ഞാനത് എൻക്വയറി ചെയ്ത് അവിടെ പോയി മേടിച്ച് പ്രിയങ്ങൾ. കാരണം എനിക്കിത് അത്യാവശ്യമായിരുന്നു.
പിന്നെ എൻ്റെ മോനുകുട്ടനാണെങ്കിൽ ഇടിയപ്പം ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിത് കൈ വയ്യാത്തത് കൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കാത്തത്. പിന്നെ നമുക്ക് മുറുക്ക് നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും ഇത് പറ്റും. ഇതിനകത്ത് സാധനമില്ല. ഞാൻ മോനുകുട്ടനാൾ വന്നപ്പോഴേ എടുത്ത് വെളിയിലോട്ട് വെച്ച് ഞാൻ കാണിക്കാം കേട്ടോ. രണ്ടൻ ഇതാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ. അപ്പം ഇത് ചാർജ് ചെയ്യണം, ഒരു 4 മണിക്കൂർ ചാർജ് ചെയ്യണം. അതിൻ്റെ കേബിളൊക്കെ ഉണ്ട്. നമ്മുടെ മൊബൈലിൻ്റെ ചാർജറില്ല, അതായത് ചാർജ് ചെയ്യാവുന്ന കേബിൾ തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിനകത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചില്ലെല്ലാം ഉണ്ട്. ഈ ഇത്രയും ചില്ലുകൾ ഇതിൻ്റെ കൂടെ കിട്ടുന്നതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രവർത്തനം ഇതിൻ്റെ ചൂടുവശമാട്ടെ. ഇത് നമ്മൾ മോനിക്കൂട്ട് മൂടിയതാണ്. ഇതിനകത്ത് നമ്മൾ ചില്ലിടുക. എന്നിട്ട് ഈ സാധനം ഇവിടെ ഇങ്ങനെ ഒരു ക്ലിപ്പുണ്ട്. ആ ക്ലിപ്പ് ഇങ്ങനെ മാറ്റുന്ന ഊരി വരും. ഇതിൻ്റെ ഈ ഒരു സാധനമാണ് നമ്മൾ ഈ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് ഈ മാവ് വെളിയിലോട്ട് വരാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെ ക്ലിപ്പ് കൊടുത്ത് ഈ ഒരു പോയിന്റില്ല, ആ പോയിന്റ് ഇവിടെ നോക്കി നമ്മളിതങ്ങ് ലോക്ക് ചെയ്ത് വെക്കണം, മാവ് നിറച്ചിട്ട്. എന്നിട്ട് ഇവിടെ ഇതിൻ്റെ സ്വിച്ച് ഉണ്ട്. സ്വിച്ച് നമ്മൾ ഓൺ ചെയ്യുമ്പോൾ ഇത് വർക്ക് ചെയ്യും. ഇത് നമുക്ക് ഇത് ഇങ്ങോട്ട് ബാക്കിലോട്ട് ഈ അകത്തെ ആ സാധനം ഇങ്ങനെ അങ്ങോട്ട് വരുമ്പോഴാണ് അതിൽ മാവ് വെളിയിലോട്ട് വരുന്നത്. അപ്പോൾ അതിങ്ങനെ ബാക്കിലോട്ടാക്കി വെച്ചിട്ട് വേണം നമ്മളിത് ഓരോ തവണയും മാവ് നിറച്ച് ഓൺ ചെയ്യാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ രണ്ട് വര വരച്ചിരിക്കുന്ന ഈ ഒരു പോയിന്റ്. അത് ബാക്കിലോട്ട് വരാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ 2 ഇതാണുള്ളത്. അപ്പം ഈസിയാണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം എത്രമാത്രം ഉപകാരപ്രദമാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഞാൻ വാങ്ങിച്ചു. ഞാൻ ഒരുപാട് നാളായിട്ട് വിചാരിക്കുന്ന ഒരു സാധനമാണ്. ഇനി നമ്മളിവിടെ ഇടിയപ്പം കൊണ്ടൊരു ഉത്സവം തന്നെ നടക്കും. മോനിക്കുട്ടിന് വയറ് നിറച്ച് ഇടിയപ്പം ഉണ്ടാക്കും. ലക്ഷ്മി ചേച്ചിയുടെ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി പിന്നെ വെളുത്തുള്ളി അച്ചാർ, അങ്ങനെ 2-3 ടൈപ്പ് അച്ചാർ ഇട്ടിട്ടുണ്ട്. അത് സെറ്റായി വരുന്നതേ ഉള്ളൂ. ചേച്ചി എനിക്ക് അയച്ചു തന്നു കേട്ടോ. ഈ 3 ടൈപ്പ് അച്ചാർ. ഒന്ന് വെളുത്തുള്ളിയാണ്, പിന്നെ എന്തൊക്കെയാണെന്നുള്ളത് ചേച്ചിയോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടെ. പിന്നെ ഒന്ന് നാരങ്ങ കേട്ടോ. എന്തായാലും ഇത് സെറ്റ് ആകാനുണ്ട്. ചേച്ചി പറഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞെടുക്കാവുള്ളൂ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇരിക്കട്ടെ, ആവുന്നതേ ഉള്ളൂ. അപ്പോൾ അച്ചാർ അയച്ചതിന്റെ കൂട്ടത്തില് വേറൊരു സാധനം കൂടെ ഉണ്ട്. ഞാൻ ഇടയ്ക്ക് എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നു, ഇത് വേണോന്നൊക്കെ ചോദിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു വേണ്ട ചേച്ചിയെ, ഇതൊക്കെ അയച്ചതൊക്കെ മതി, എനിക്കതൊക്കെ ഇടാൻ പോലും സമയമില്ലെന്ന്. അപ്പൊ ആ കള്ളി പാറോതി എനിക്ക് അതൊന്നും കേൾക്കാതെ എനിക്ക് അയച്ചു തന്നിരിക്കുകയാണ്. ഞാൻ കണ്ടപ്പോ എനിക്കങ്ങ് സങ്കടവും വന്നു, സന്തോഷവും വന്നു. പ്രിയങ്ങൾ, കല്യാണം പ്രമാണിച്ചാണ് ചേച്ചി ഇതെല്ലാം ഇങ്ങോട്ട് അയക്കുന്നത് കേട്ടോ. ആകെ ഒരു കല്യാണമേ ഉള്ളൂ. ഞാൻ ഇതെല്ലാം കൂടി ഇട്ടുകൊണ്ട് പോയ കല്യാണപ്പെണ്ണ് തോറ്റു. അതുപോലെ കുറേ അയച്ചു തന്നിട്ടുണ്ട്. ഇപ്പം കണ്ട, നല്ല രസമുണ്ട് കാണാൻ, അടിപൊളിയാണ്. അതിൻ്റെ കൂട്ടത്തിലാണ് ദൈവള. അപ്പോൾ ചേച്ചി, എൻ്റെ ലക്ഷ്മി ചേച്ചി ഒന്ന് വിളിക്കണം. എന്താ പറയുന്നത്, എന്ത് പറയണമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. വേണ്ട, ഇനി വാങ്ങിക്കരുതേ ഞാൻ പറഞ്ഞത് കേട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് പ്രിയങ്ങളെ ഇന്നത്തെ വിശേഷം. ഞാൻ ഒന്ന് പോയി കുളിച്ച് വെച്ചിട്ട് വരട്ടെ. മീൻ കഴുകി ഞാൻ ഫ്രീസറിൽ വെക്കാൻ പോവാണ്. പിന്നെ നമുക്ക് കൊഞ്ചെടുക്കാം, മോരുകറിയും വെക്കും. മീൻ ഞാൻ കഴുകി ഫ്രിഡ്ജിനകത്താക്കി. ഇത്രയും കൊഞ്ചുണ്ട്. ഇത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണിച്ച് കൂട്ടി കഴിക്കാം. കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മോനിക്കുട്ടൻ ഞാൻ കുളിച്ചിട്ട് വരുമ്പോഴത്തേക്ക് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. പുളിയും ജപമൊക്കെ കഴിഞ്ഞിപ്പോൾ ഞങ്ങൾ മോനിക്കുട്ടനെ ഉള്ളി എടുക്കുന്നതേ ഉള്ളൂ. ഞാൻ മോരുകറി അങ്ങ് വെക്കാം. ഇന്ന് നമ്മുടെ ഫാമിലിയിലെ ഞാൻ ഇടയ്ക്കുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിറ്റാറൂന്ന് ഒരു റാണിക്കുട്ടി വന്ന കാര്യം. റാണി എനിക്ക് അന്ന് വന്നപ്പോൾ പുതിനയുടെ ഒക്കെ തൈ, ആഫ്രിക്കൻ മല്ലിയുടെ തൈയൊക്കെ കൊണ്ടുവന്നെന്നൊക്കെ പറഞ്ഞില്ലേ.
ഇന്ന് അവരെല്ലാവരും കൂടി വന്നിട്ടുണ്ടായിരുന്നു. മക്കളെയൊക്കെ ഞാൻ ഇന്നാണ് കാണുന്നത്. എല്ലാവരെയും കണ്ടു. ഒത്തിരി സന്തോഷം തോന്നി. ഒരു ഭയങ്കര സ്നേഹമായിരുന്നു. വേറെ ആരെയും ഇന്ന് കണ്ടതായിട്ട് ഓർക്കുന്നില്ല പ്രിയങ്ങളെ. ഇല്ല, ആരെയും കണ്ടില്ല കേട്ടോ. മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് റെഡിയാക്കി. കുളിച്ചു കഴിഞ്ഞു. മോരിന് കടുവാക്കാം. കുഞ്ഞോന്റെ കാത് കുത്തി കേട്ടോ. ഇന്ന് കൊണ്ടുപോയി കാത് കുത്തി. അരച്ചിലായിരുന്നു. മറ്റേ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നല്ല, അല്ലാതെ കുത്തത്തില്ല, അങ്ങനെയാണ് കുത്തിയത്. അതുകൊണ്ട് കുഞ്ഞോന് വേദന എടുത്ത് കുഞ്ഞോക്കാരൻ. മോര് കറി റെഡിയായി പ്രിയങ്ങളെ. ഇതിനകത്തോട്ടിട്ട് ഉള്ളി ചതച്ച് കേട്ടോ. നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ വാഴക്കൂമ്പ് എടുത്തില്ലേ, അത് ഞാൻ ഈ ചോപ്പറിനകത്ത് അരിഞ്ഞെടുത്ത കേട്ടോ. എനിക്കല്ലാതെ അരിയാൻ പാടില്ലായിരുന്നു. എനിക്ക് നോക്കാന്ന് വിചാരിച്ച അതിനകത്ത് അരിഞ്ഞു. നല്ല സൂപ്പറായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റി. മസാലയൊക്കെ റെഡിയാക്കി ഇത് കൊഞ്ചും എടുത്ത് നമുക്കിത് ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. എന്നിട്ട് ചെറിയൊരു പണിയും കൂടെ ഉണ്ട്, വേവട്ടെ. അടച്ചങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇത് റെഡിയാക്കി അമ്മയ്ക്ക് വിളിച്ചിട്ട് കൊടുക്കാന്ന് വെച്ചാൽ അമ്മക്ക് ഇടന്നു. അമ്മയ്ക്കിത് അങ്ങനെ അധികം അമ്മ കഴിക്കാറില്ല, കാരണം അമ്മയ്ക്ക് ഇത് വയറിന് പിടിക്കത്തില്ലെന്നൊക്കെ അമ്മ പറയും. പിന്നെ അതുപോലെ ചിലർക്ക് ഈ ആറ്റുമീൻ്റെ മണവും അതിൻ്റെ ഒരു ചേറിൻ്റെ ഒരു ചുവയൊന്നും ചിലർക്ക് അതിൻ്റെ ഇത് ഇഷ്ടമല്ലായിരുന്നു. അതുപോലെ കൊഞ്ച് ഒരുപാട് കഴിച്ച അമ്മയ്ക്ക് പ്രശ്നമാണ്, ആയിരിക്കും മടിച്ചത്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ചോറ് തിളച്ച് ഞാൻ വാർത്ത് കേട്ടോ. നമ്മുടെ കൊഞ്ച് റെഡിയായി വരുന്നതേ ഉള്ളൂ. ഇച്ചിരി കൂടെ ഒന്ന് ഡ്രൈ ആവും. മോനിക്കുട്ടോ വാ കഴിക്കാം. നമ്മുടെ കൊഞ്ച് റോസ്റ്റ് ഒത്തിരി നാളായി വാങ്ങിച്ചിട്ട്. ഇന്നും മേടിക്കണമെന്ന് ഉദ്ദേശിച്ചതല്ല, പക്ഷെ വാങ്ങിച്ചു. ഉച്ചക്ക് ഇടിയപ്പം കൊണ്ടുവരുന്നേ. ഞാൻ ഒന്നും പറഞ്ഞില്ല. കഴിച്ചിട്ട് വരാം. ഞാനും ചോറുണ്ണാം. കൊഞ്ച് വിളമ്പി. ഇത് ഇന്നലത്തെ നമ്മുടെ ചതുരപ്പയർ തോരന കേട്ടോ. അതും കൂടി ഞാനങ്ങ് എടുക്കുകയാണ്. അപ്പോൾ ഇതാണ് പ്രിയങ്ങളെ ഇന്നത്തെ നമ്മുടെ അത്താഴം. കഴിക്കട്ടെ കേട്ടോ. എൻ്റെ പ്രിയപ്പെട്ടവരോടല്ലേ എന്നും പറയുന്ന പോലെ സ്നേഹം. എൻ്റെ ക്രിസ്മസ് വ്ളോഗൊക്കെ ഇട്ടിരുന്നു. എന്നിട്ട് പിന്നെ കുറച്ച് പേരൊക്കെ നമ്മുടെ മാവ് പുളിപ്പിക്കുന്ന കലത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അത്രയും മാവ് ഒന്നിച്ചെടുത്തപ്പോൾ
അതിന് പറ്റിയ കലം അതേ ഉള്ളായിരുന്നു കേട്ടോ. സ്നേഹത്തോടെ ഒരുപാട് സന്തോഷത്തോടെ എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. നമുക്കിനിയും അടുത്ത ദിവസം കാണാമെന്ന പ്രതീക്ഷയോടെ ടാറ്റ. ഓക്കെ, ബൈ ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.